സി.ജെ. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. വിവരങ്ങളുമായി സായ്കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം സായ്കുമാറിലേക്കാണ്. സായ്, വളരെ നടുക്കത്തോടുകൂടിയാണ്, ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത ഇന്ന് നമ്മൾ കേട്ടത്. ചില ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. ആവശ്യപ്പെട്ട രേഖകൾ ഐ.ടിക്ക് മുമ്പിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ലേ? എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ അന്വേഷണം ഇനി എങ്ങനെയായിരിക്കും സായ്? തീർച്ചയായും രജിത, വലിയ നടുക്കത്തോടു കൂടി തന്നെയാണ് റോയിയുടെ മരണ വാർത്ത അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തെ അറിയുന്ന എല്ലാവരും കേട്ടത്. വളരെ അപ്രതീക്ഷിതമായിരുന്നു അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇന്ന് എത്തിയത്. ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം വൈകിട്ട് 3-നും 3:15 ഇടയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരുടെ സംഘം സി.ജെ. റോയിയെ ബംഗളൂരുവിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ IT ഉദ്യോഗസ്ഥർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അദ്ദേഹത്തിന്റെ പല സ്ഥാപനങ്ങളിൽ, ഈ ബംഗളൂരുവിലെ സ്ഥാപനത്തിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് സീൽ ചെയ്തു പോയതാണ്. പിന്നീട് അന്ന് എടുക്കാൻ ബാക്കിയായ രേഖകൾ പരിശോധിക്കാനും അത് എടുക്കുന്നതിനും വേണ്ടിയാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു. അല്ലാതെ അദ്ദേഹത്തെ വീട്ടിൽ ബന്ദിയാക്കുന്ന പോലെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം തന്നെ മറ്റു റൂമുകളിലേക്കൊക്കെ പോകാൻ അനുവദിക്കുകയാണ് ഉണ്ടായത് എന്നാണ് IT ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണമുള്ളത്. പക്ഷേ കുടുംബം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വലിയ രീതിയിൽ അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കി. ആ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സ്വയം ജീവനൊടുക്കാൻ, ഏത് പ്രതിസന്ധി ഘട്ടത്തെയും വളരെ എളുപ്പത്തിൽ മറികടക്കുന്ന സി.ജെ. റോയിയെ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ തക്ക ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത്ര വലിയ പീഡനം, അത്ര വലിയ മാനസിക സമ്മർദ്ദം ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തെ അറിയുന്ന ബിസിനസ് രംഗത്തുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാവരും പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. നാളെയായിരിക്കും സംസ്കാരം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് കർണാടക ഉപമുഖ്യമന്ത്രിയായ D.K. ശിവകുമാറിന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും. പോലീസിന് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ വെടിയുതിർത്ത ശേഷമാണ് പോലീസിലേക്ക് ഒരു 3:15 വിവരം എത്തുന്നത്. തുടർന്ന് പോലീസ് എത്തി ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സായി, വ്യക്തമാണ്. അരുൺ പൂപ്പറമ്പയിലേക്ക് കൂടി പോവുകയാണ്. അരുൺ, ഇതിലിപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിനിടെ ആ റെയ്ഡിനിടെയാണ് ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്, ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പേരെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കേസ് എടുത്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? തീർച്ചയായും IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് സി.ജെ. റോയിയുടെ ജീവൻ ഒടുക്കുന്നതിന് കാരണമായത് എന്നതാണ് സി.ജെ. റോയിയുടെ കുടുംബവും അതോടൊപ്പം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഇപ്പോൾ അത്തരത്തിലുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള പ്രകാശ് ഉൾപ്പെടെ അത്തരം പ്രതികരണങ്ങൾ അവിടെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തുമ്പോൾ പ്രാഥമികമായി മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ബംഗളൂരു സിറ്റി പോലീസ് ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഈ സ്പോട്ടിലെത്തുകയും പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ആരോപണങ്ങൾ അവർ പരിഗണിക്കുകയാണ്. എന്തായാലും ഇതിൽ സമ്മർദ്ദമുണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം ആവശ്യമാണ്. അതിനായി ഇപ്പോൾ ഈ സി.ജെ. റോയിയുടെ 2 ഫോണുകൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഈ ഓഫീസിലെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ 3 ദിവസമായി ഈ ഓഫീസിൽ ഈ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളാണ് നടന്നു വരുന്നത്. അപ്പോൾ അവിടെ അതിന് സാക്ഷിയായിട്ടുള്ള ജീവനക്കാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർണായകമായ മറ്റൊന്ന്, ഈ റെയ്ഡിനെത്തിയിട്ടുള്ള IT ഉദ്യോഗസ്ഥരുടെ, കേരളത്തിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരുടെ സംഘത്തിൻ്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ബംഗളൂരു വിട്ടിപ്പോൾ പോയിട്ടില്ല. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം അവരവിടെ തുടരുകയാണ്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ എന്തായാലും നടക്കുന്നത്. ഡിസംബർ ആദ്യ വാരത്തിലാണ്
ഇൻകം ടാക്സിൻ്റെ ആദ്യ റെയ്ഡ് ഈ ഓഫീസുകളിൽ നടക്കുന്നത്, ബംഗളൂരുവിലെ ഓഫീസുകളിൽ നടക്കുന്നത്. അന്ന് CJ റോയ് അവിടെ ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് തിരിച്ചെത്തിയതിന് ശേഷമാണ് വീണ്ടും ഈ കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നത്. അത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ഉയരുന്ന ആരോപണം. ഇതിൽ പോലീസ് നിലവിലൊരു വ്യക്തത നൽകിയിട്ടില്ല. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. ഇതിലൊരു സ്പെഷ്യൽ ടീമിനെ സിറ്റി പോലീസ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട്. ബംഗളൂരു സെൻട്രൽ DCPക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഈ ബന്ധുക്കൾ പറയുന്ന ഉൾപ്പെടെ ആരോപണം വിശദമായി തന്നെ അത് പരിഗണിച്ച് അതിൽ വിശദമായ അന്വേഷണം നടത്തുന്നു എന്നതാണ് ബംഗളൂരു സിറ്റി പോലീസ് എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്.